രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. 28ാമത്തെ സർഗത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോ ഇങ്ങനെ തന്നോടൊപ്പം ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്ന സീതയോട് വനത്തിലെ ജീവിതം അങ്ങേയറ്റം ക്ലേശഭൂയിഷ്ടമാണ്, അത് പറയേണ്ടത് രാമന്റെ ചുമതലയാണ്. ശ്രീരാമചന്ദ്രൻ പറയാണ്, നേതും ഗുരുതേ ബുദ്ധിം വനേ ദുഃഖാനി ചിന്തയൻ. സീത ഇങ്ങനെ ഞാനിതാ അങ്ങയോടൊപ്പം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോ വനത്തിലെ ദുഃഖങ്ങളെക്കുറിച്ച്, അവിടുത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതയെ തന്നോടൊപ്പം വനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചില്ല. സീതയെ അവിടെ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് തന്നെ പോകണം എന്ന് രാമൻ വിചാരിച്ചു. അതാണ്, സീതയെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തില്ല. സന്ത്വയിത്വാ തതസ്താം തു ബാഷ്പദൂഷിതലോചനാം. കണ്ണുനീര് കൊണ്ട് കണ്ണെല്ലാം കലങ്ങിപ്പോയിട്ടുണ്ട്. കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കുകയാണ് സീതയുടെ കണ്ണിൽ നിന്നിട്ട്. അങ്ങനെ ധാരധാരയായി പ്രവഹിക്കുന്ന കണ്ണീരിനാൽ ആകെ കലങ്ങിയ കണ്ണുകളോട് കൂടിയവളായ സീതയെ നല്ല നല്ല വാക്കുകളെ കൊണ്ട് സാന്ത്വനപ്പെടുത്താനായിട്ട് ശ്രീരാമൻ ശ്രമിക്കുകയാണ്. നിവർത്തനാർത്ഥേ, തന്നോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടുന്നതിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സീതയോട് പറഞ്ഞു തുടങ്ങി. അല്ലയോ സീതേ, സീതേ മഹാകുലീനാസി ധർമ്മേച്ച നിരതാസത. അല്ലയോ സീതേ, നീ വലിയ കുലത്തില് പിറന്നവളാണ്. നീ ജനക മഹാരാജാവിന്റെ വംശത്തിൽ പിറന്നവളാണ്. ജനകന്റെ വംശം ഈ ലോകത്തിൽ അങ്ങേയറ്റം പവിത്രമായിട്ടുള്ള വംശമാണ്. ആ വംശത്തിൽ പിറന്നവൾ, ആ വംശത്തിലെ രാജാക്കന്മാരും അങ്കനമാരും എല്ലാവരും അങ്ങേയറ്റം ധാർമ്മികമായ സാത്വികമായ ഗുണത്തോട് കൂടിയ ആളുകൾ, എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. ആ ഗുണഗണങ്ങളെല്ലാം അതേ പ്രകാരത്തിൽ നിന്നിൽ പ്രകാശിക്കുന്നു. ധർമ്മേച്ച നിരതാ സദാ, എപ്പോഴും നീ ധർമ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൾ, അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൾ. അല്ലയോ സീതേ, ഈ ആചരസ്വധർമ്മം ത്വം യഥാമേ മനസ്സുഖം. അല്ലയോ സീതേ, നീ ഇവിടെ ഈ കാര്യത്തില് നിന്റേതായിട്ടുള്ള ധർമ്മത്തെ നീ ആചരിച്ചു കൊള്ളുക. അല്ലയോ സീതേ, എന്താണ് നീ ചെയ്യേണ്ടത് എന്ന്, ഈ സാഹചര്യത്തിൽ നീ പ്രവർത്തിക്കേണ്ടത് എന്താണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ത്വാം വക്ഷ്യാമി, നിനക്ക് ഞാൻ ഇതാ പറഞ്ഞു തരുന്നുണ്ട്. തഥാ കാര്യം ത്വയാബലേ. അല്ലയോ സീതേ, എന്താണോ ഞാൻ നിനക്ക് നീ ചെയ്യേണ്ടതായിട്ട് ഉള്ളത് എന്ന് പറഞ്ഞു തരുന്നത്, അത് നീ അതേ പ്രകാരത്തിൽ പ്രവർത്തിപ്പിക്കണം. അതല്ലാതെ നീ എന്നോടൊപ്പം വനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് ചാടി പുറപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ വനേ ദോഷാഹി ബഹവോ വസതസ്ഥാൻ നിബോധമേ. അല്ലയോ സീതേ, കാനനവാസം ഉണ്ടല്ലോ, വലിയ വിപത്തുകളോടുകൂടിയതാണ്. കാട്ടിൽ വസിക്കുക എന്നുള്ളത് വലിയ വലിയ ദോഷങ്ങളോടുകൂടിയതാണ്. എല്ലാ പ്രകാരത്തിലും ദോഷമാണ്. പ്രകൃതി വിപരീതം, കാടിന്റെ അവസ്ഥ വിപരീതം, ദുഷ്ടമൃഗങ്ങളുടെ സാന്നിധ്യം വിപരീതം, പിശാചന്മാരുടെ രാക്ഷസന്മാരുടെ സാന്നിധ്യം വിപരീതം, ഭക്ഷണത്തിന്റെ കാര്യമോ അതും വിപരീതം. ഇങ്ങനെ സർവത്ര വിരുദ്ധമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് നീ എന്നോടൊപ്പം വരരുത്.
ഭർത്താവിനോടൊപ്പം ജീവിക്കുക എന്നുള്ളത് ധർമ്മം തന്നെയാണ്, ധർമ്മമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോ നിന്റെ ഭർത്താവ് രാമൻ പോകുന്നത് കാട്ടിലേക്കാണ്, ഗ്രാമത്തിലോ നഗരത്തിലോ അല്ല. ആ കാനന ജീവിതം ഒരിക്കലും മഹാകുലീനയായ നിനക്ക്, കൊട്ടാരം മാത്രം ശീലിച്ചിട്ടുള്ള നിനക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അല്ലയോ സീതേ, സീതേ വിമുച്യതാമേഷ വനവാസകൃതാ മതി, കാട്ടിൽ പാർക്കാം എന്നോടൊപ്പം എന്നുള്ളതായ നിന്റെ ഈ തീരുമാനമുണ്ടല്ലോ, അതിനെ നീ ഉപേക്ഷിച്ചാലും കാട്ടിലെ ദോഷങ്ങൾ ഓർത്തിട്ട് ഹിതബുദ്ധ്യ ഖലു വചോ മയേതദ വിധീയതേ. അല്ലയോ സീതേ, ഞാനിതാ നിനക്ക് പറഞ്ഞു തരുന്നു എന്താണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ജീവിത സാഹചര്യത്തിൽ നീ ചെയ്യേണ്ടത് എന്ന്. അത് നിന്നോടുള്ളതായ സ്നേഹം കൊണ്ടാണ്. നിന്റെ ജീവിതം ക്ലേശകരമാകരുത്, സുഖപ്രദമായി തീരണം. അങ്ങനെ നിന്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്, നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഭർത്താവിനെ അനുഗമിക്കുന്നത് കുറ്റമാകൊണ്ടല്ല, ഭർത്താവിനെ അനുഗമിക്കുന്നത് തന്നെ ധർമ്മം, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇത് സാധാരണ സാഹചര്യമല്ല, സാഹചര്യം വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. ഭർത്താവ് ഇതാ കാനനത്തിലേക്ക് ഏകനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെയുള്ളതായ കാനന ജീവിതത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് സീതേ, നീ ഈ നിർബന്ധം ഉപേക്ഷിച്ചിട്ട് അത്യന്തം സുരക്ഷിതമായിരിക്കുന്ന ഈ അയോധ്യയിൽ വസിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാവരും, കാനനവുമായിട്ട് പരിചയമുള്ള എല്ലാവരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കാനനവാസം അനേകം അപകടങ്ങൾ നിറഞ്ഞതാണ് എന്ന്. അതുകൊണ്ട് അല്ലയോ സീതേ, എന്റെ വാക്കുകൾ നീ അനുസരിക്കുക. സിംഹാനാം നിനദാ ദുഃഖ ശ്രോതും ദുഃഖമതോവനം. കാടിലെ ജീവിതം വളരെ ദുഃഖകരമാണ്, ഭയങ്കരമാണ്. എപ്പോഴും സിംഹങ്ങളുടെ അലറിച്ച തൊട്ടടുത്ത് കേൾക്കാം. ഒരു നിമിഷം ഈ ഘോരങ്ങളായ മൃഗങ്ങളുടെ കോലാഹലങ്ങളില്ലാതെ കാനനത്തിൽ ലഭിക്കുകയില്ല. ഇതാണ് കാട് ദുഃഖകരമായി തീരുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടവ. ഈ കാടുകളാകട്ടെ പല പ്രകാരത്തിലുള്ള മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ക്രീഡമാനാശ്ച വിശ്രദ്ധ മത്ത ശൂന്യേ തഥാ മൃഗാഹ. പല പ്രകാരത്തിലുള്ള മൃഗങ്ങൾ, ക്രൂരമൃഗങ്ങളുണ്ട്, അല്ലാതുള്ള മൃഗങ്ങളുണ്ട്. അവര് കൂട്ടം കൂട്ടമായിട്ട് ഈ കാട്ടിലെ പലയിടങ്ങളിലും സ്വതന്ത്രമായിട്ട് വിഹരിച്ച് നടക്കും. അങ്ങനെ കൂട്ടമായിട്ട് വിഹരിച്ച് നടക്കുമ്പോഴേക്കും ആ കൂട്ടത്തിൽപ്പെടാത്ത ഒരാള് അതിലേ വന്നാൽ, അത് മനുഷ്യനായിക്കൊള്ളട്ടെ മൃഗമായിക്കൊള്ളട്ടെ, മനുഷ്യര് സാധാരണ അതിലേ ചെല്ലില്ല. മറ്റു മൃഗങ്ങൾ അതിലേ ചെന്നു എന്ന് വരാം, അബദ്ധത്തില് അറിഞ്ഞുകൊണ്ട് ചെല്ലില്ല മറ്റു മൃഗങ്ങളും. അങ്ങനെ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ദൃഷ്ട്വ സമഭിവർത്തന്തേ, അവരെല്ലാം കൂടി കുതിച്ചു പാഞ്ഞു വരും. ഒരു മനുഷ്യൻ അതിലേ ചെന്നു കഴിഞ്ഞാൽ അവയെല്ലാം കൂടി വളഞ്ഞ് ആക്രമിക്കാനായിട്ട് സർവശക്തിയും എടുത്തുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പാഞ്ഞു വരും, വന്ന് ആക്രമിക്കും. ഇതാണ് കാട്ടിലെ ഭയങ്ങളിൽ പ്രധാനപ്പെട്ട വേറൊന്ന്. അതുകൊണ്ടാണ് ദുഃഖമതോവനം. അല്ലയോ സീതേ, കാനന ജീവിതം ദുസ്സഹമാണ്, ദുഃഖകരമാണ്, അപകടകാരിയാണ്, യാതൊരു സംശയവും വേണ്ട. സഗ്രാഹ സരിതശ്ചൈവ പങ്കവത്യസ്തു ദുസ്തര. താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളിൽ ഇറങ്ങി സ്നാനം ചെയ്യണമെന്നൊക്കെ സീത പറഞ്ഞല്ലോ. രാമൻ പറയാണ്, തടാകങ്ങള് ദൂരെ നോക്കുമ്പോഴേക്കും വളരെ മനോഹരങ്ങളായിരിക്കും, പക്ഷേ അതിൽ ചെന്ന് ഇറങ്ങാൻ പറ്റൂല. സഗ്രാഹ, മുതലകളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഈ തടാകങ്ങൾ. എല്ലാ തടാകങ്ങളിലും മുതലകളുണ്ട്, ചീങ്കണ്ണികളുണ്ട്. ജീവരാശിക്ക് അതിന്റെ അടുത്തുകൂടി പോലും പോകാൻ പറ്റില്ല. കരയ്ക്കും കയറി വന്ന് അവ ആക്രമിക്കും വെള്ളത്തിൽ ഇറങ്ങിയാൽ. പിന്നെ പറയുകയും വേണ്ട,
എന്ന് മാത്രമല്ല പങ്കവത്യസ്തു, അതില് ചേറുണ്ട്. തടാകങ്ങളിൽ ഇറങ്ങാൻ പറ്റൂല. മൃഗങ്ങൾക്ക് പോലും ഭയമാണ് തടാകങ്ങളിൽ ഇറങ്ങാൻ. ഒന്ന്, ഈ മുതലകൾ; രണ്ട്, ചെളിയിൽ പുതഞ്ഞു പോകും. ആനകൾ പോലും അങ്ങോട്ട് ഇറങ്ങാൻ ഭയക്കും. അതുകൊണ്ട് തന്നെ ആ തടാകങ്ങളെ കടന്ന് മറുകരയിലേക്ക് പോകുക, അല്ലെങ്കിൽ നീന്തി തിരിച്ചു കയറുക എന്നൊക്കെ വിചാരിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. അത് ആനകൾക്ക് പോലും പറ്റൂല. മത്തൈരവി ഗജൈർ നിത്യം, മതിച്ച ആനകൾക്ക് പോലും സാധ്യമല്ല തടാകത്തിൽ ഇറങ്ങാൻ. ആ തടാകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു കയറി വരാൻ. അതോ ദുഃഖതരം വനം. അതുകൊണ്ടല്ലയോ സീതേ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കാനന ജീവിതം അങ്ങേയറ്റം ദുഃഖകരമാണ്.